അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇന്നത്തെ വിശേഷങ്ങളിൽ പാചക വിശേഷങ്ങളും പിന്നെ മുടി സംരക്ഷണത്തിൻ്റെ ടിപ്സും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മുടിയുടെ ടിപ്സ് കഴിഞ്ഞ ദിവസവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെയ്യുന്നത് വേറൊരു ടിപ്സാണ്. അപ്പം അതെല്ലാവരും കാണണം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ ഏത് ടിപ്സ് ചെയ്യണമെന്ന്. പക്ഷേ ഈ ടിപ്സ് എല്ലാം മാറി മാറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതെല്ലാം മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ അനുഭവത്തിൽ കൂടെ ഉള്ളതാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഇന്ന് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഉപ്പുമാവാണ്, ക്യാരറ്റും ഒക്കെ ഇട്ട് ഒരു കുഞ്ഞുപ്പുമാവ്. എന്തെങ്കിലുമൊക്കെ രാവിലെ ഉണ്ടാക്കണ്ടേ അല്ലേ? നമ്മുടെ കാര്യം ഒന്നും പറയണ്ട. ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയായി. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. രാവിലെ അമ്പലത്തിലൊക്കെ പോകണം, ചൊവ്വാഴ്ചയല്ലേ, അതുകൊണ്ട് അമ്പലത്തിൽ പോകണം. നേരത്തെ എഴുന്നേറ്റ് ഉപ്പുമാവൊക്കെ റെഡിയായി. ഇതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ 2 ഗ്ലാസ് വെള്ളം തിളക്കട്ടെ. ഈ ടിപ്സ് നല്ല അടിപൊളി ടിപ്സാണ്. ഞാൻ തലമുടിക്ക് വേണ്ടി ചെയ്യുന്ന ടിപ്സ് എല്ലാം നല്ല അടിപൊളി ടിപ്സാണ്. എല്ലാവരും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എല്ലാവരും പാരമ്പര്യമാണെന്നൊക്കെ പറയും. പാരമ്പര്യമൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും അങ്ങനെയല്ല. നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി വളരും. എൻ്റെ മുടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാൻ മുട്ടയും നാരങ്ങ നീര് ഞാൻ അങ്ങനെ തേക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, താരനുണ്ടെങ്കിൽ മാത്രം നാരങ്ങ നീര് മതിയാകും. അപ്പം ഞാനത് നാരങ്ങ നീര് ഒഴിച്ചില്ല. കഴിഞ്ഞ ദിവസം മുട്ട തേച്ചായിരുന്നു. അപ്പം ഞാനിങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ മാറി മാറി ഓരോ ടിപ്സുകൾ ചെയ്യാറുണ്ട്. അപ്പം ആ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുമായിട്ട് ഇതെല്ലാം ഞാൻ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇതും നല്ല അടിപൊളി ടിപ്സാണ്. അപ്പോൾ ഇത് വെള്ളം തിളക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ തലയിൽ തേക്കാൻ എന്തുമാത്രം വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് തിളക്കട്ടെ. അങ്ങനെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് തേയില ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് തേയിലയോ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേയില ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ AVTയുടെ തേയിലയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ AVTയുടെ തേയില ഇട്ട് കൊടുത്തു. ഇന്ന തേയില വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള തേയില ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുക. തേയില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കടുപ്പത്തിലിട്ട് കൊടുക്കണം. നല്ല കടുപ്പത്തിൽ തേയില ഇട്ട് കൊടുക്കുക. ഇത് ഇതിപ്പോൾ നല്ല കടുപ്പമുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പറ്റി. ഇത് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 1 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം. അപ്പോൾ അവിടെ ഇരുന്ന് തിളക്കട്ടെ. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളമായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തിളച്ച് പറ്റി. ഇത് 1 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഞാൻ കാണിച്ചു തരാം. ഇത് കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം ഉണ്ട്. നമ്മുടെ തലയിൽ തേക്കാൻ എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും 1 ഗ്ലാസ് വെള്ളമായി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ആറിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇത് നല്ല വെള്ളം ആറിയിട്ടുണ്ട്. നല്ല വെള്ളം ആറിയിട്ട് മാത്രമേ ഇത് തലയിൽ തേക്കാവുള്ളൂ. ചൂടോടെ കയറി തലയിൽ തേക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തൊക്കെ വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ആറിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് തേക്കുന്നതിന് മുന്നുള്ള ആദ്യത്തെ പരിപാടി എല്ലാ മുടിയുടെ ടിപ്സും ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുടിയുടെ നല്ലതായിട്ട് തലയിൽ ഉടക്കൊക്കെ നന്നായിട്ട് കളയണം. കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ പല്ല അകലമുള്ള ചീപ്പ് നോക്കി വേണം എടുക്കാനായിട്ട്. പല്ല അടുപ്പമുള്ള ചീപ്പ് എടുത്തു കഴിഞ്ഞാൽ മുടി മുഴുവൻ നമ്മളിങ്ങനെ വലിച്ചു പറിച്ച് മുഴുവൻ പോകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പല്ല അകലമുള്ള ചീപ്പ് കൊണ്ട് വേണം മുടി ചീകാനായിട്ട്. എൻ്റെ തലയിൽ ഇപ്പം ഉടക്കൊന്നുമില്ല. ഞാൻ അതുപോലെ തന്നെ എന്നും വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് മുടിയിലെ ഉടക്കൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നമ്മുടെ മുടി വെള്ളോട്ടങ്ങോട്ട് കെട്ടി വെക്കണം. അല്ലെങ്കിൽ പിന്നിടണം. പിന്നിടുന്നവരാണ് പിന്നിടുക, കെട്ടിവെക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് മുറുക്കി കെട്ടിവെക്കുക. ഇതിപ്പോൾ ഞാൻ ഉടക്കൊക്കെ കളഞ്ഞെടുത്ത മുടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ തലയിൽ തേക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, അപ്പം ആ എണ്ണ തന്നെ എടുക്കുക. എപ്പോഴും ഞാൻ ഈ പാരച്ചൂട്ടാണ് എടുക്കുന്നത്. ഞാൻ ഈ നമ്മളെ അടുക്കളയിൽ വേറെ വെളിച്ചെണ്ണ വാങ്ങിക്കുമല്ലോ, നമ്മുടെ പാചകത്തിന് ആവശ്യമായ വെളിച്ചെണ്ണ, അത് ഞാൻ തലയിലൊന്നും എടുക്കാറില്ല.
ഈ പാരച്ചൂട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ തലയിലോട്ട് നല്ലതായിട്ട് കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ മുട്ടയും നാരങ്ങ നീരും തേക്കുമ്പോഴുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതും ഈ എണ്ണ ഇതുപോലെ നമ്മുടെ തലയിലോട്ട് തേച്ച് കൊടുക്കണം. ആദ്യം ഈ എണ്ണ തേച്ച് കൊടുത്താലേ മുടിക്കൊക്കെ ഒരു മയമൊക്കെ വരത്തുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ തലയിലോട്ട് നമ്മൾ ചെയ്യുന്ന ടിപ്സൊക്കെ അങ്ങോട്ട് ശരിയാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഈ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടി ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്ന് കെട്ടിവെക്കുക. 5 മിനിറ്റ് മതി കേട്ടോ. കൂടുതൽ നേരമൊന്നും കെട്ടിവെക്കാൻ നമുക്ക് സമയവും ഇല്ല, ആവശ്യവും ഇല്ല. അപ്പോൾ ഇങ്ങനെ കെട്ടിവെക്കുക. അപ്പം 5 മിനിറ്റ് കഴിയട്ടെ. അങ്ങനെ എണ്ണയെല്ലാം തേച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ ഈ തേയില വെള്ളം നമ്മളിങ്ങനെ നമ്മുടെ തലയിൽ ഈ സ്കള്ളിലോട്ടൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ തേയില വെള്ളത്തിൻ്റെ ടിപ്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചോണ്ട് ഈ തേയില വെള്ളത്തിൻ്റെ പണിക്കൊന്നും പോവരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറയാണ്. ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ചീത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിത്തിരിക്കാറുള്ളൂ. അതുപോലെ ഞാനിപ്പോൾ ഇത് ഹാളിൽ നിന്നാണ് ചെയ്യുന്നത്. ഇപ്പം ഈ രാവിലെ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നല്ല വെട്ടമൊക്കെ വന്നു കഴിഞ്ഞ സമയമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല അപ്പുറത്തെ തിണ്ണയിരുന്ന് കഴിഞ്ഞ് നല്ല വെട്ടമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഹാളിൽ നിന്ന് പക്ഷേ ഭയങ്കര സൂക്ഷിച്ചൊക്കെ ചെയ്ത് ഈ ഹാളിൽ ഞാൻ താഴെ ഒരു തുണി വിരിച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തായാലും നമ്മളിങ്ങനെ തേക്കുമ്പോഴത്തേക്കും താഴെ കുറച്ച് വെള്ളം ഇത് ഇറ്റിട്ട് വീഴും. അതും കറയാണ്. അപ്പം തന്നെ തൂത്ത് കളഞ്ഞില്ലെങ്കിൽ പോകത്തില്ലായിരിക്കും. എനിക്കറിയത്തില്ല, ഞാൻ വീണ അപ്പം തന്നെ തുടയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ ടൈലിട്ട തറയൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റ് കളറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിങ്ങനെ കിടക്കും കേട്ടോ. അതുകൊണ്ട് അല്ല അജിത ചേച്ചി പറഞ്ഞിട്ട് ഇത് തേച്ചല്ലേ വീട് മൊത്തം കുളമായി എന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് തലയിൽ തേച്ച് കൊടുക്കണം. നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കും. തേച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ തല ഇങ്ങനെ മസാജ് ചെയ്ത് നോക്കും. 2 കൈ കൊണ്ടും മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഇതിരിക്കുന്നതുകൊണ്ട് എനിക്ക് താഴെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഇത് താഴെ വീഴും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കയ്യിൽ ഇതിനെ ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് ബാക്കി ഭാഗങ്ങളിലും കൂടെ തലയുടെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ പിടിച്ച് തേച്ചുകൊണ്ട് എനിക്ക് ഇരിക്കാനായിട്ട് വശമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് ബാക്കി തേക്കട്ടെ. അപ്പം അത് തലയിലെല്ലാം നല്ലതായിട്ട് തേച്ചു. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മുടിയൊന്ന് കെട്ടിവെക്കുക. ഈ മുടി കെട്ടിവെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമ്മളിങ്ങനെ കെട്ടിവെക്കുക. 15 മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ കഴുകി കളയുമ്പോൾ ഷാമ്പു, സോപ്പ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചു, അപ്പോൾ ചേച്ചി തലയിൽ എന്തിട്ടാണ് കഴുകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അവർ കേട്ടത് എന്താണെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഷാമ്പു ഇട്ട് കഴുകാം. അതല്ല ഞാൻ അതിനകത്ത് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഈ മുടി വളരാനുള്ള ടിപ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഷാമ്പുവും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഷാമ്പു ഇട്ട് കഴുകാം. ദിവസം ഈ മുടി പോയി തേച്ച് കഴുകി ഷാമ്പുവും സോപ്പും ഒക്കെ ഇട്ട് തേച്ച് കഴുകി മുടിയുടെ ഇതൊന്നും നശിപ്പിക്കെല്ലാവരും. അങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടിയുടെ ഈ അറ്റം ഉണ്ടല്ലോ അതിങ്ങനെ പിളർന്ന് പോകും, വളർച്ച മുരടിച്ചു പോകും. ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരം കളയുക എന്നുള്ളതാണ്. താരം കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മുടിയുടെ ടിപ്സൊക്കെ ചെയ്യാവൂ. എന്നാലേ മുടി വളരുള്ളൂ കേട്ടോ. കറക്റ്റ് കാര്യം. ഇതെല്ലാം ഞാൻ മാറി മാറി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ മുടി കൊഴിച്ചിലും ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടിയുടെ കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിൽ ഇല്ലയെന്ന് തന്നെ പറയാം. നമ്മളിങ്ങനെ ചീപ്പൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ കൊഴിയുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞ് മുടി കോതുക എന്നൊക്കെ പറയും. ഞങ്ങൾ കോതുക എന്നാണ് പറയുന്നത്. ഇനി ഓരോരുത്തരും ഓരോ എന്താ പറയുന്നത് എന്നറിയത്തില്ല. ഇങ്ങനെ ഉടക്ക് കളയത്തില്ല, ഇനി കോതുക എന്ന് പറയും. അങ്ങനെ മുടി കോതുമ്പോൾ തന്നെ മുടി പോവുകയാണെങ്കിൽ നമ്മുടെ കൈ നിറച്ചിങ്ങനെ ചുറ്റിയിരിക്കും. ഇപ്പം എനിക്ക് അങ്ങനെയില്ല, ഒരു മുടിയാവില്ല. അതുമല്ല നമ്മുടെ ഈ ഹാളൊക്കെ തൂക്കുമ്പോൾ തന്നെ ആണെങ്കിലും മുടിയേ ഇല്ലെന്ന് തന്നെ പറയാം. മുടി അങ്ങനെ പൊഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓടി നടക്കത്തില്ല മുടി. നമ്മൾ തൂക്കുമ്പോൾ നമ്മുടെ ചൂലിലും തുടയ്ക്കുവാണെങ്കിൽ ആ മൂപ്പിലും എല്ലാം കയറി ഇങ്ങനെ പിടിക്കും. നമുക്ക് തന്നെ ദേഷ്യം വരാറുണ്ടല്ലേ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവരും ഈ ടിപ്സ് ചെയ്യണം. ഇപ്പം ഞാൻ ഇത് തേച്ചിട്ട് 15 മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പൊ മുടി കാണണ്ടേ നിങ്ങൾക്ക്? മുടി കാണിച്ചു തരാവേ. വേണ്ട,
നമുക്ക് നന്നായിട്ട് മുടി ഇങ്ങനെ കിടക്കുകയും ചെയ്യും. നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേദിവസം എന്താ ഇതുപോലെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് മുടി ഇരിക്കും കേട്ടോ. നല്ല ഒരു മുടിയെ പിടിക്കുമ്പോഴൊക്കെ നല്ല ഒരു ഇതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മുട്ടയുടെ ടിപ്സ് ചെയ്തിട്ട് പോയാലും അങ്ങനെ തന്നെയാണ് മുടിക്ക് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിലൊക്കെ മനസ്സിലായോ. അപ്പോൾ അത് തലേ ദിവസം ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് ഒത്തിരി നല്ലതാണ്. പക്ഷെ നമ്മുടെ മുടി നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടുകയും ചെയ്യും. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ വലുതായിട്ട് അങ്ങോട്ട് ഒരുങ്ങിയില്ലെങ്കിലും സിമ്പിളായിട്ടൊക്കെ നമ്മൾ എല്ലാവരും ഒരുങ്ങുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാവർക്കും ഈ മുടി കെട്ടുന്നതാണ് ദേഷ്യം വരുന്നത് അല്ലേ. അപ്പം ഈ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടിപ്സാണ്. അപ്പം ഞാനിപ്പം കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പം എനിക്ക് രാവിലെ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് രാവിലെ അമ്പലം ഒക്കെ ഒന്ന് ചുറ്റിയിട്ടാണ് വന്നത്. നമുക്ക് ഭക്തിയൊക്കെ വേണ്ടേ. ചൊവ്വയും വെള്ളിയും പറ്റുന്ന ചൊവ്വയും വെള്ളിയും എല്ലാം ഞാൻ പോകാറുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ഇവിടെ പഴവീടമ്പലത്തിലാണ് പോയിട്ടൊക്കെ വന്ന് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൗണിൽ വരെ ഒന്ന് പോകണം. അപ്പം ടൗണിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പം വാങ്ങിച്ചിട്ടൊക്കെ വരാം. എന്നിട്ടേ ഞാനിനി അടുക്കളയിലോട്ട് കയറുന്നുള്ളൂ. അപ്പോൾ പോയിട്ടൊക്കെ വരട്ടെ. ഇപ്പൊ ടൗണിലൊക്കെ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. എന്റെ ദൈവമേ, തലപൊട്ടിപ്പോകുന്ന വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില്. പിന്നെ ഇപ്പം ഈ പ്രചരണമൊക്കെ ആയതുകൊണ്ട്, ഇലക്ഷന്റെ പ്രചരണമൊക്കെ ആയതുകൊണ്ട് ടൗണിൽ ഭയങ്കര തിരക്കും. നമുക്ക് അവിടുന്ന് എടുത്തോടാൻ തോന്നും അതുപോലെ. ഇപ്പം എനിക്കൊരു സാരിക്ക് ബ്ലൗസേ ലൈനിങ് എടുക്കാണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് പോയത്. ഇപ്പം ഈ സമയത്തൊക്കെ ടൗണിലോട്ടൊന്നും പോകാതിരിക്കുന്നത് നല്ലത്. പിന്നെ നമ്മുടെ ഇവിടെ ജംഗ്ഷനിൽ ഒരു കടയുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ ആ കളറില്ല. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ വെച്ച് പിടിച്ച് ടൗണിൽ പോയി. അവിടെ ആണെങ്കിൽ തിരക്ക് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എങ്ങനെയെങ്കിലും ഒരു ലൈനിങ്ങിന്റെ തുണിയൊക്കെ എടുത്തോടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പം വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അടുക്കള കയറണ്ടേ, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു മീൻകറി വെക്കാമെന്ന്, മുളകിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ വാങ്ങിച്ച മത്തിയുടെ ഒരു 2, 3, 4, 5, 6 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് മുളകിനകത്ത് കറി വെക്കാം. ഇന്ന് വിശദമായിട്ടുള്ള കറിയൊന്നുമില്ല, സാധാരണ രീതിയിലുള്ളൊരു മീൻകറി വെച്ചേക്കാന്ന് വെച്ചു. മീൻകറി ഇന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകിനകത്താകുമ്പോഴത്തേക്ക് നമുക്ക് നാളെ അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച. പിന്നെ ഒരു വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്. വെണ്ടയ്ക്ക ഒരു മെഴുക്കുവരട്ടി. അതാണ് ഇന്നത്തെ നമ്മുടെ കറികൾ. പിന്നെ തൈരൊക്കെ ഉണ്ട്. അപ്പം ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനുള്ളതെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി എല്ലാം ഒരു മീനിന് വേണ്ടതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കണം. ആ വെണ്ടയ്ക്ക ഞാൻ വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്, കഴുകിക്കണം. ഒന്ന് കഴുകിയതാണ്, രണ്ടാമതും കൂടി ഇട്ട് കുറേ നേരമായി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇത് എടുത്ത് അരിയണം. ചിലവർ വെണ്ടയ്ക്ക നീളത്തിലരിയുന്നതാണ് അല്ലേ. നീളത്തിലരിഞ്ഞാലും വട്ടത്തിലരിഞ്ഞാലും മെഴുക്കുവരട്ടി തന്നെ അല്ലേ. പിന്നെ ഓരോരുത്തരുടെ സ്റ്റൈലിനനുസരിച്ച് അരിയും, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു നീളത്തിൽ എളുപ്പമെന്ന് തോന്നുന്നല്ലേ. അപ്പം ഇന്ന് നമുക്ക് നീളത്തിലരിയാൻ വേണ്ടയ്ക്കാൻ മെഴുക്കുവരട്ടിക്ക്. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ. മഴ പെയ്തോ? ജീന പറഞ്ഞ അവിടെ മഴ. ഇവിടെ നമ്മളെയൊക്കെ ഒന്ന് പറ്റിച്ചിട്ട് മഴ പോയി കേട്ടോ, അത്രേ ഉള്ളൂ. നമ്മളെ പറ്റിക്കാൻ വന്ന മഴയായിരുന്നു. പക്ഷെ മിനിഞ്ഞാന്നുണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഒരു 6, 6:30 കാണുവേ. അപ്പം ഞാൻ വിചാരിച്ചു മഴ പെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ മഴ പെയ്തില്ല. ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടി വെട്ടിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ 2 മുഖങ്ങളാണ് മിന്നി മറിഞ്ഞത്. ആരുടെയൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പറയാതെ തന്നെ. നമ്മുടെ സുപ്രൂവിൻ്റെയും എൻ്റെ അനിയത്തിയുടെയും മുഖങ്ങളാണ് ഓടി വന്നത്. അത്രയ്ക്ക് ഇടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു. അപ്പം അവിടെ പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ കിടങ്ങറയിൽ ഭയങ്കര ഇടിയായിരുന്നു. അവൾ അനിയത്തി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അയ്യോ ഭയങ്കര ഇടിയായിരുന്നു പറഞ്ഞു. പക്ഷെ അവർക്ക് മഴയും പെയ്തു. ഇവിടെ പക്ഷെ മഴയൊന്നും പെയ്തില്ല, ഇടി തന്നെ മിച്ചം, അത്രേ ഉള്ളായിരുന്നു. ഇന്നലെ അതുപോലെ വൈകിട്ട് ഞാൻ നമ്മളെ പറ്റിക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ ഇതുപോലെ എനിക്ക് പഴവീട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തോ കോപ്പി എടുക്കാൻ വേണ്ടി പോയതാട്ടോ. കോപ്പി എടുക്കാനൊക്കെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ, ഞാൻ മുഴുവൻ മഴ നനയുമെന്ന് വിചാരിച്ച് ഞാൻ എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ച് ഇങ്ങ് പോകുന്നു. ഇവിടെ എത്തിയതും മഴക്കാറ് അതിൻ്റെ വഴിക്ക് പോയി. ഒരു തുള്ളി മഴ ചാറിയത് പോലും ഇല്ല കേട്ടോ. എന്ത് പറയാൻ. അതിന് മുന്നൊരു ദിവസം ചെറുതായിട്ട്, അത്രയ്ക്ക് വലിയ മഴയൊന്നും പെയ്തിട്ടില്ല ഇതുവരെ.
ചൂടാണേ സഹിക്കാൻ വയ്യാത്ത ചൂടല്ലേ. നമുക്ക് അങ്ങോട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് വീഡിയോ പിടിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്ക് വീഡിയോ ഇടണ്ടേ. അപ്പം അത് പിടിക്കാൻ പോലുമുള്ള ഇത് നമുക്ക് തോന്നിക്കുന്നില്ല. കാരണം തന്നെ ഈ ചൂട് സഹിക്കാൻ മേലല്ലേ. അയ്യോ പാവം പക്ഷികളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന കാരണം ഞാൻ ആ ഗേറ്റിൻ്റെ മേളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ദൈവമേ, പാവം കാക്കയും വേറെ കിളികളും നമ്മൾ കാണാത്ത കിളികളൊക്കെ ഉണ്ട്. പാവം വന്ന് വെള്ളം കുടിക്കുന്ന കാരണം ഞാനത് വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർക്കുവേ. കിളികൾ വന്ന് വെള്ളം കുടിച്ചിട്ട് പോയി കഴിയുമ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നിടം വരെ കിളികൾ അവിടെ നിൽക്കാൻ പോകല്ലേ. അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. പണ്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നേ. ഇപ്പം പിന്നെ നമുക്കങ്ങനെ നമ്മുടേതായ ഇഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതൊന്ന് ഞാൻ അരിഞ്ഞെടുക്കട്ടെ. ഇത് നമുക്ക് മീൻകറി വെക്കുന്ന കാണിച്ചു തരാം. എന്താ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞു, സ്റ്റൗവിൽ വെച്ചു. വെണ്ടയ്ക്ക അത് നീളത്തിലല്ല അരിഞ്ഞു. എപ്പോഴും വെണ്ടയ്ക്ക വട്ടത്തിലരിഞ്ഞ മെഴുക്കുവരട്ടിയായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം നീളത്തിലരിഞ്ഞ. അപ്പം അടച്ചു വെച്ചേക്കാം, അത് വേഗട്ടെ. അപ്പം നമുക്ക് മീൻകറി വെക്കാം. മീൻകറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. എന്നാലും അറിയാൻ വയ്യാത്ത പുതിയ ആൾക്കാരൊക്കെ കാണും. അവർക്ക് വേണ്ടിയിട്ടാണ്. ചില കുഞ്ഞു പിള്ളേരില്ലേ ഇപ്പം അങ്ങോട്ട് കല്യാണം കഴിച്ച മക്കൾക്കൊക്കെ ഇതൊന്നും അറിയത്തില്ലായിരിക്കാം. അറിയാവുന്നവരും കാണും കേട്ടോ. അറിയാൻ വയ്യാത്തവർ എന്നെ വഴക്ക് പറയല്ലേ. ഇപ്പം ഞാനിന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അവരൊക്കെ ചിലപ്പം ഒറ്റയ്ക്കൊക്കെ താമസിക്കാനായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അടുത്തുനിന്ന് ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കറിയൊക്കെ വെക്കാനായിട്ട് നമ്മളെ പോലുള്ളവരിങ്ങനെ ചാനൽ തുടങ്ങുന്നത് അവർക്കൊക്കെ ഉപകാരമായിരിക്കും. നമ്മൾ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ അല്ലേ കാണിച്ചു കൊടുക്കുന്നത്. വലിയ പാടുള്ള കറികളൊന്നും നമ്മൾ കാണിച്ചു കൊടുക്കാറില്ല. അപ്പം ഈ മീൻകറി എളുപ്പം വെക്കാവുന്നൊരു മീൻകറിയാണ്. അപ്പം ഞാനിപ്പോൾ ടൗണിലൊക്കെ പോയിട്ട് വന്നുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചൂടാക്കി അങ്ങോട്ട് അരയ്ക്കുന്നൊന്നുമില്ല. അതൊക്കെ ഇനി താമസമാണ്. സാധാരണ ഞാൻ മീൻകറി വെക്കുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചൂടാക്കി അരയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ എളുപ്പം തന്നെ കറി വെക്കുക. ഇപ്പം എന്താ ഒരു ചട്ടി ചൂടായപ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് കേട്ടോ മീൻകറി മെഴുക്കുവരട്ടിയൊക്കെ വെക്കാൻ നല്ലത്. നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്കതാ ഇഷ്ടം വെളിച്ചെണ്ണയുടെ ടേസ്റ്റ്. വേറെ എന്തൊക്കെ കറി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മറ്റേ സൺഫ്ലവർ ഓയിലൊന്നും അതൊക്കെ ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്താ കടുകൊക്കെ വറുത്തു. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്തുവാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെന്തുവായിരുന്നു ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് വഴന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും ഒരു ടേസ്റ്റ് കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കരിച്ച് കളയരുത്. നല്ല ബ്രൗൺ കളർ ആകുകയേ വേണ്ട. നല്ല ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് നമുക്ക് കിട്ടുകയല്ലാതെ പോകും, കരിഞ്ഞു പോകത്തില്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണ്ട. ഒരു വിധം വാടി വന്നാൽ മാത്രം മതി. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കറി കൂട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വരട്ടെ. ഇപ്പം തന്നെ വാടി വരും. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ. എല്ലാവർക്കും എന്ത് വിശേഷങ്ങൾ പറയാനാണ്. ചൂടിൻ്റെ വിശേഷങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത് അല്ലേ. അല്ലാണ്ട് എന്ത് വിശേഷങ്ങൾ. ഭഗവാനെ ഒരു മഴ പെയ്താൽ മതിയായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ മഴ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മഴ നിർത്താത്ത മഴയായിരിക്കും. അപ്പം എല്ലാവരും പറയും ഒയ്യോ ചൂട് തന്നെയായിരുന്നു നല്ലതെന്ന് പറയും അല്ലേ. നമ്മളങ്ങനാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിലവർ മുളകും മല്ലിയും കൂടെ വറുത്ത് എടുത്തിട്ട് അരയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. പക്ഷെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ നോട്ടത്തിൽ. ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പൊടിക്കുന്നവർക്കറിയാം. ഞാൻ ചിലപ്പം പൊടിക്കും, ചിലപ്പം വാങ്ങിക്കും. അങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതല്ല. ഇവിടെ നമ്മൾ പൊടിക്കുന്നിടത്തുനിന്ന് പോയി വാങ്ങിക്കുന്ന മുളക് പൊടിയായത് കേട്ടോ. നമുക്ക് മുളക് പൊടി കുറച്ചിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചിനകത്തുണ്ട്, തികയുമോന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടി ഇതിന് പോരാ. അപ്പം നമുക്ക് വേറെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത്രയല്ലേ ഉള്ളൂ കാര്യം.
കുറച്ച് മുളക് പൊടി കേട്ടോ. ഇത് പിരിയമുളകിൻ്റെ മുളക് പൊടിയാണ്, അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. ഇച്ചിരി കൂടിപ്പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുന്ന പറഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. എടുക്കുന്ന മുളകിൻ്റെ അളവിനനുസരിച്ച് വേണം, മീനിൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. ഇപ്പം മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി കേട്ടോ. മീൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ കൂടുതൽ ചാറ് വേണ്ടവരൊക്കെ ഇല്ലേ, മീൻകറി ചോറിനകത്ത് ഒഴിച്ച് കഴിക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആകുമ്പോഴത്തേക്കും ചാറ് വേണം. അപ്പം അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അതൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളെല്ലാം മെഡിക്കുകളല്ലേ, നമുക്കറിയാവുന്ന കാര്യം അതല്ല അല്ലേ. അതും ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ കേട്ടോ. ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇത് തിളക്കട്ടെ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി കുടംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുളിയുള്ള പുളി അല്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകിയിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിളക്കട്ടെ. അപ്പം അതിനു മുന്നേ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ പരുവം എവിടെയായാലും നമുക്കൊന്ന് നോക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് കഴിയുമ്പം ഈ കുഴയാതെ ഒന്നൊന്നേ തൊടാതിരിക്കണം. അതാണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി വരുമ്പോൾ അങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ലേ. ഒന്നൊന്നേ പിടിക്കാതിരിക്കണം, അതാണ് നല്ല ടേസ്റ്റ്. അപ്പം ഇത് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെട്ടി വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങളെല്ലാം ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഞാൻ മീൻകറി വെക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. നമുക്ക് പല ടൈപ്പിലുള്ള മീൻകറി എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മുളകിനകത്ത് വെക്കുന്ന മീൻകറിയായിരുന്നു. ഈ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയോട് വലിയ ഇഷ്ടമില്ല. എന്നാൽ കൂട്ടത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടും. അപ്പം അവിടെ ഇരിക്കണം. ഇവിടെ വെണ്ടയ്ക്കയും ഇപ്പം ആവും. അപ്പം ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പണി ഉച്ച വരെയുള്ള പണിയൊക്കെ ആകും. പിന്നെന്താ പണി? പിന്നെ അടുക്കളയൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യണം. അടുക്കളയിൽ നിന്ന് വലുതായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. ഞാൻ ഓരോന്ന് ചെയ്ത് വന്നപ്പോൾ തൊട്ട് എല്ലാം തുടച്ച് വെച്ചു. ഇത് കുറച്ച് മാങ്ങ പെടുത്തിരിക്കണം, അതൊന്ന് ചെത്താം. കുറച്ച് കാണിച്ചു തരാവേ. ഇതേണ്ട, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാ മാങ്ങ. ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. ഇത് പഴുത്തെന്ന് മാത്രമല്ല ഒരെണ്ണം എന്താ ചീവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാഞ്ഞിട്ട് വന്ന താരാറാട്ടോ. നമുക്ക് ഇതിനകത്തൊന്നും ഇതിൻ്റെ ഇവിടെ ഇച്ചിരി ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒന്ന് ചെത്തി നോക്കാം എങ്ങനെയുണ്ടേന്ന്. പിച്ചാത്തിട്ടുണ്ട്. മാങ്ങ ജ്യൂസ് അടിച്ചാന്നല്ലോ, തൊലി എത്തിയില്ല. അയ്യോ, മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ തൊലി എത്തിയില്ലല്ലോ എന്നുള്ള കാര്യം. സാരമില്ല, ഇതിനകത്തെ തിന്നിട്ട് തൊലി അങ്ങ് തുപ്പിക്കളയാം അല്ലേ. അതേ ഇപ്പം നടക്കൂ. ചട്ടിയുടെ പത്ത് ചൂടാകുന്ന ഇന്ന് നോക്കട്ടെ മധുരം ഉണ്ടോന്നേ. തൊലി ചെത്തിയില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യുന്നറിയാവോ, ഈ തൊലിയും കൂടെ തിന്നും. നല്ല മധുരമുണ്ട് കേട്ടോ. മൂവാണ്ടനാണ്. പണ്ട് ഞങ്ങൾക്ക് മൂവാണ്ടൻ മാങ്ങ ഉണ്ടായിരുന്നത്. മൂവാണ്ടനും കുളിച്ചുണ്ടനും നാടൻ മാങ്ങയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷെ മുറ്റത്ത് ടൈലിടാൻ നേരത്തേക്ക് ഒരു മൂവാണ്ട മാവ് അത് വെട്ടി. ടൈല് മാത്രമല്ല, ആ മാവ് നമ്മുടെ ലൈൻ കമ്പിയിലോട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം അത്
വെട്ടിയേ പറ്റൂ. വെട്ടിയില്ലെങ്കിൽ എന്തായാലും ഇതിൻ്റെ വല്ല കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മറിഞ്ഞത് ലൈൻ കമ്പിയുടെ പുറത്തോട്ട് വീഴും. അതുകൊണ്ട് അതൊന്ന് വെട്ടിയായിരുന്നു. ഇഷ്ടംമാതിരി ഉണ്ടാവുമായിരുന്നു അതെല്ലാം. മാവ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അതേ മാങ്ങയൊന്നും പിടിക്കത്തില്ലെന്ന്. അതുപോലത്തെ കൊച്ചു മാവായിരുന്നേ, കുഞ്ഞു മാവായിരുന്നു. പക്ഷെ അത് നിറച്ച് മാങ്ങയായിരുന്നു. രാത്രിയിലൊക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും അത്രയ്ക്ക് വെട്ട മാവയിലോട്ട് കിട്ടത്തില്ല. അപ്പം മാങ്ങ മാത്രമായിട്ട് ഇങ്ങനെ കാണാം. ശരിയാ, നല്ല ഭംഗിയാണ്. നമ്മൾ വലത്തൊക്കെ പോകുമ്പോഴത്തേക്കും രാത്രിയിൽ പോകുമ്പോഴത്തേക്കും വഴി സൈഡിലൊക്കെ മാവ് നിൽക്കത്തില്ലേ, അതിലോട്ട് നോക്കുമ്പോൾ കാണാം മാങ്ങ മാത്രം ഇങ്ങനെ കിടക്കുന്നതാണ്. നല്ല രസമാണ്. അങ്ങനെയായിരുന്നു ഇത്. അതുപോലെ മാങ്ങ പിടിക്കുമായിരുന്നു. പക്ഷെ വെട്ടാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പം നിൽക്കുന്ന കിളിച്ചുണ്ട മാവും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഷീറ്റിൻ്റെ മണ്ടയിലോട്ട് വീഴുന്നതുകൊണ്ട് അതിൻ്റെയും കുറച്ച് ശിഖരങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കിയായിരുന്നു. പക്ഷെ ഉള്ള ശിഖരത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രശ്നമാണ്, പുഴുത്തതാണ്. മൂവാണ്ട മാങ്ങയ്ക്ക് ആ പ്രശ്നമില്ല. കിളിച്ചുണ്ട മാങ്ങയെല്ലാം പുഴുവായിരിക്കും. ഇപ്പം ഇത് തിളക്കട്ടെ, തിളച്ചിട്ട് നമുക്ക് ഞാൻ വരാം. ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കി കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇത് മാത്രം മതിയല്ലോ നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പം അതിൻ്റെ മീരയിലോട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെയിലത്തോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കി അടുക്കളയിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നമ്മളിത് മുളകിനകത്ത് വെച്ചതാകുമ്പോഴാണ് ഞാനിങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ ചേർക്കാറില്ല. മുളകിനകത്ത് വെച്ച കറിയാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. മീൻകറിയുടെ കാര്യം കഴിഞ്ഞു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആയി. പിന്നെ തൈരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ മതിയല്ലോ നമുക്ക് ധാരാളം ചോറുണ്ണാനായിട്ടല്ലേ. അപ്പം നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. കുറച്ച് നേരം ഇനി ഫാനിൻ്റെ കീഴിലൊന്നും പോയിരിക്കട്ടെ. ചോറൊന്നും അങ്ങനെ വരും. എന്തൊരു ചൂട് ഇതല്ലേ, ഫിയർത്ത് ഒഴുകുക അല്ലേ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അടുക്കളയിലോട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. വെളുപ്പിനെ കയറി ജോലിയൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കുന്നില്ല. നേരത്തെ എഴുന്നേറ്റിരുന്നു. പക്ഷേ ഇന്ന് നേരത്തെ എഴുന്നേറ്റപ്പോൾ കുറേ പരിപാടികളായിപ്പോയി. ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിൽ പോകണമായിരുന്നു, ടൗണിൽ പോകണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടുക്കള കയറിയപ്പോഴത്തേക്ക് ഒരു സമയമായി. അത് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. ഊണ്ണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞുള്ള പാത്രം കഴുകും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. പാത്രമൊക്കെ ഞാൻ ഫ്രില്ലൊക്കെ ഇട്ട് കഴുകി ഇട്ടിരിക്കുക. ഇനിയൊന്ന് അല്ല തേച്ചിട്ടിരിക്കുക. ഇനിയൊന്ന് കഴുകി എടുത്താൽ മാത്രം മതി. എന്ത് 2 പേരെ കഴിക്കുന്നുള്ളൂ. പക്ഷെ പാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി പാത്രം അല്ലേ. അതുകൊണ്ട് എനിക്ക് അന്ന് ഇതുപോലെ പാത്രം കഴുകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പാത്രം കഴുകി ഉണക്കുന്ന ഒരു മെഷീനുണ്ട്, അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടല്ലേ. ഇതിൻ്റെ നമുക്ക് ആവശ്യതയൊക്കെ വരുമ്പോൾ നമുക്ക് ആ മെഷീനൊക്കെ വാങ്ങിക്കാം അല്ലേ. ഇതുവരെ ഇങ്ങനെ കഴിയുക ഗൾഫിലൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ അതൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അവർ കാണും കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും കുറവായിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കഴുകി എടുക്കുക അല്ലേ. ചിലപ്പോൾ ഓർക്കും യൂസ് ആൻഡ് ത്രോ ആയിരുന്നെങ്കിൽ സുഖമാണ്. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. ഡിസ്പോസിബിൾ പ്ലേറ്റ് വാങ്ങിക്കണം. അത് പക്ഷെ നമുക്ക് മുതലാകത്തൊന്നുമില്ലല്ലോ. ഇത് ഇങ്ങനെയൊക്കെ കഴുകി പ്രില്ലും സോപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ കഴുകിയൊക്കെ എടുത്താലല്ലേ നമുക്ക് ഉറക്കം വരുത്തുള്ളൂ അല്ലേ. അപ്പം എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ? ഇനി എല്ലാവരും വിശ്രമത്തിനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും അല്ലേ. നമ്മളെപ്പോലെ വ്ലോഗൊക്കെ ചെയ്യുന്നവർക്ക് വിശ്രമമൊന്നുമില്ലല്ലോ. ഉച്ചയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെന്താ എല്ലാവരും ചെയ്യുന്നത്. ആ സമയത്ത് കുറേ വീഡിയോസൊക്കെ കാണും. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ കാണും. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടികളല്ലേ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഉച്ച കഴിഞ്ഞെന്തോ ഒരു കാപ്പി ഉണ്ടാക്കണം, പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം. ഇതൊക്കെ തന്നെ എൻ്റെ ഉച്ച കഴിഞ്ഞത്തെ പരിപാടിയൊക്കെ. ഇപ്പം പോയിരുന്നു ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ കാണും, പിന്നെ സ്വന്തമായിട്ട് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യണം. അതൊക്കെ തന്നെ പരിപാടി. അതിന് തമ്പനയിൽ ഉണ്ടാക്കണം. ഇതൊക്കെ തന്നെ വലിയൊരു ജോലിയല്ലേ. അപ്പം അതൊക്കെയാണ് ഇനിയത്തെ എൻ്റെ പരിപാടികൾ. അപ്പം വീഡിയോ ഇനിയും കൂടുതലൊരു ലെന്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ട് അതൊക്കെ പറയണം. പോരായ്മകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്ന. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെന്താ, ഇപ്പം ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് എല്ലാവരും എൻ്റെ ചാനലിനെ
സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.